ഇത്രയും ദിവസങ്ങളായി ഇപ്പോഴും നിങ്ങൾ ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ മാധ്യമങ്ങളെ കാണാൻ തയ്യാറാവുന്നില്ല. അമ്മ എന്ന് പറഞ്ഞ സംഘടനയല്ല, അമ്മയുടെ വാർത്തകൾ കണ്ടില്ല. പേര് മാറ്റാൻ അതൊരു തെറ്റാണ് എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഞാൻ. ഒരിക്കലും ഒരു സംശയവും ആർക്കും വേണ്ട. അമ്മ എപ്പോഴും സിനിമാക്കാർക്കൊപ്പമാണ്. അതിൽ പറയുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ്. ഒരു നടിക്ക് റൂമിൽ കിടന്നുറങ്ങാൻ പോലും പറ്റില്ല, റൂം ചവിട്ടിപ്പൊളിക്കുന്നതിന് ഉള്ള കാര്യം തുറന്നു പറയും. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. നിങ്ങളെല്ലാം ഇപ്പം മഴ നനഞ്ഞ് നിൽക്കുകയാണ്. ഇതിപ്പോൾ എന്താ അറിയോ, സിനിമാ ലോകത്തുള്ള എല്ലാവരും കുഴപ്പക്കാരാണെന്നൊരു പേര് വന്നിരിക്കുകയാണ്. ഇവിടെ പീഡനങ്ങൾ അങ്ങനെ നടക്കില്ല, ഇവിടെ ഒരു വിഷയമല്ല, മലയാള സിനിമയിൽ ഒരു വിഷയമില്ല എന്ന് WCC ഒരു അംഗം മൊഴി കൊടുത്തിട്ടുണ്ട്. WCC അഭിനന്ദിക്കുന്നു. 15 പേരാണ് സിനിമയെ നിയന്ത്രിക്കുന്നത്. ഈ 15 പേരുടെ പേരും അവിടെ വന്നിട്ടുണ്ട്. വേട്ടക്കാരായിട്ട് വിത്ത് എവിഡൻസ് ബ്രാൻഡ് ചെയ്യപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ സിനിമാ സംഘടന അത് ചുമക്കില്ല. വ്യക്തിപരമായിട്ട് നിൽക്കുമ്പോൾ അമ്മയുടെ വൈസ് പ്രസിഡന്റ് എന്നല്ല, അമ്മയെന്ന സംഘടനയെ കൂടെ നിർത്താൻ എന്നാൽ കഴിയുന്ന എല്ലാ പ്രവൃത്തിയും ഞാൻ ചെയ്യും. നമസ്കാരം. വലിയ രീതിയിൽ ചർച്ച നടക്കുന്ന സന്ദർഭമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇന്ന് കോടതിയുടെ വലിയ ഇടപെടൽ നടന്നിരിക്കുന്ന സാഹചര്യം. എന്തുകൊണ്ട് സംഘടനകൾ ഇടപെടുന്നില്ല എന്നൊരു വാർത്ത ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇന്നലെ മുതൽ നൽകുന്നു. പക്ഷേ താരസംഘടന അമ്മ ഇതിൽ വലിയൊരു പ്രതികരണം നടത്തണം. കഴിഞ്ഞ ദിവസം അമ്മയുടെ ഫംഗ്ഷൻ നടക്കുമ്പോൾ സിദ്ദീഖ് പറഞ്ഞൊരു വാക്ക് നമ്മൾ ഓർത്തെടുക്കുകയാണ്. ഞങ്ങൾ താരസംഘടന ഇപ്പോൾ ഇത് പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ അത് പഠിക്കാനുള്ള സമയം അത്രയൊന്നും വേണ്ട, ഇതിനുള്ള പ്രതികരണം വേണം. ഇപ്പോൾ എന്നോടൊപ്പം താരസംഘടന ആദ്യമായിട്ടാണ് താരസംഘടന ഒരാൾ കൃത്യമായി പ്രതികരണമായി എന്നോടൊപ്പം ചേർന്ന് വൈസ് പ്രസിഡൻ്റാണ്, ഇലക്ഷനിലൂടെ ജയിച്ചു വന്ന പോരാളിയാണ്, ജയൻ ചേർത്തലയാണ് എന്നോടൊപ്പമുള്ള താരസംഘടന അമ്മയുടെ വൈസ് പ്രസിഡന്റ്. നമസ്കാരം ജയൻ ചേട്ടാ. നമസ്കാരം. എന്തേ വൈകുന്നു അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ? നിങ്ങൾക്കറിയാം, അമ്മ എന്ന് പറയുന്ന സംഘടന 506 ആർട്ടിസ്റ്റുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയാണ്. അപ്പം ആ സംഘടന ഒരു പ്രതികരണം നടത്തുമ്പം അത് വളരെ കൃത്യമായിട്ട് ആൾക്കാരുമായിട്ട് സംവേദിച്ച് അവരെ കൂടെ അവരുടെ ആശയവിനിമയം കൂടെ നടത്തിയതിന് ശേഷമേ ആ അഭിപ്രായം പുറത്തു പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഹൈദർ വിളിച്ചപ്പോഴും ഞാൻ ക്യാമറ ഫേസ് ചെയ്യാൻ തയ്യാറായത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഞാൻ അമ്മയുടെ അഭിപ്രായമല്ല പറയുന്നത്. അമ്മയുടെ അഭിപ്രായം അമ്മ നിങ്ങൾക്കൊരു പ്രസ് കോൺഫറൻസ് വെച്ചിട്ട് ഒരു പക്ഷേ ഞാനും ആ സദസ്സിലുണ്ടാവാം, ആ വേദിയിലുണ്ടാവാം, അത് അമ്മ അറിയിക്കേണ്ട ഒരു അഭിപ്രായമാണ്. പക്ഷേ ഒന്ന് തുറപ്പിച്ച് പറയാം, അമ്മയ്ക്ക് യാതൊരു വകഭേദങ്ങളുമില്ല. അമ്മയുടെ മലയാള സിനിമയിലുള്ള എല്ലാ നടീനടന്മാരെയും അമ്മ ഒരേ കണ്ണോടുകൂടിയാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പം അത് മലയാള സിനിമയിലെ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അതിനാദ്യം സർക്കാരിന് നന്ദി പറയണം. കാരണം അങ്ങനെ ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്ത് സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തി തന്നെയാണ്. ആ കമ്മീഷൻ ആ കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു. ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. അത് പുറത്തു വന്നു. പക്ഷേ അതിൻ്റെ വിശദ വിവരങ്ങൾ എന്താണെന്ന് പഠിക്കാതെ എങ്ങനെ പ്രതികരിക്കാൻ പറ്റും? അതുകൊണ്ടിട്ടാണ് സംഘടന പ്രതികരിക്കാത്തത്. ഒരിക്കലും ഒരു സംശയവും ആർക്കും വേണ്ട. അമ്മ എപ്പോഴും സിനിമാക്കാർക്കൊപ്പമാണ്, ഇരകൾക്കൊപ്പമാണ്. അത് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആരെങ്കിലും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന പോലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവരെ അനുകൂലിക്കാൻ ഒരിക്കലും അമ്മ നിൽക്കില്ല. നിങ്ങൾക്ക് നിസ്സംശയം ജനങ്ങളോട് എടുത്ത് ഹൃദയത്തിൽ കൈവച്ച് പറയാം, തെറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരാളുടെ കൂടെയും അമ്മ സംഘടന നിൽക്കില്ല. അമ്മ ഇരകൾക്കൊപ്പമാണ്. കാരണം അമ്മയിലുള്ള ഞങ്ങളെല്ലാവരും, ഈ അമ്മയിലെ എല്ലാ മെമ്പേഴ്സിനെയും ഒരു അമ്മ മക്കളെ കാക്കുന്ന പോലെ കാക്കാൻ ആഗ്രഹിച്ച് തന്നെ നിൽക്കുന്നവരാണ്. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇതിൽ വരുന്നെങ്കിൽ അമ്മയുടെ മെമ്പറാണല്ലോ വർഷങ്ങളായിട്ട്. എനിക്കറിയാം എനിക്ക് കിട്ടിയിട്ടുള്ള പരിരക്ഷ, എനിക്ക് കിട്ടിയിട്ടുള്ള സ്നേഹം, എനിക്ക് ആ സംഘടനയിൽ കിട്ടിയിട്ടുള്ള ഉപകാരങ്ങൾ, ഉപയോഗങ്ങൾ, സ്നേഹങ്ങൾ എല്ലാം ഞാൻ നന്ദിപൂർവ്വം പറയണം. അമ്മ ഒരിക്കലും അവിടുത്തെ ആൾക്കാർക്ക്, അംഗങ്ങൾക്കെതിരായിട്ട് നിൽക്കില്ല. പിന്നെ ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പം ഇതിനകത്ത് പറയപ്പെടുന്നു, വായിച്ചറിഞ്ഞിരുന്ന അമ്മയിലുള്ള അംഗങ്ങൾ തന്നെയാണ് 2 പട്ടികയിലും വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ കൃത്യമായി ഒരു റിപ്പോർട്ട് പുറത്ത് വന്ന് തെറ്റുകാരെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുടെ ഒരു പേര് വരികയോ ഒരു ലിസ്റ്റ് വരികയോ അവരെക്കുറിച്ച് പരാമർശം വരികയോ ഉറപ്പായിട്ട് അവർക്കെതിരെ നടപടിയെടുക്കും. യാതൊരു സംശയവും വേണ്ട. അല്ല, നിലവിൽ ജയൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അമ്മ സംഘടനയിലുള്ള അംഗങ്ങൾക്ക് കൂടെയാണ്. അത് ഇരകൾക്ക് കൂടെ മാത്രമാണോ വേട്ടക്കാരുടെ കൂടെയാണോ? വേട്ടക്കാരുടെ കൂടെ ഒരിക്കലും നിൽക്കില്ല. നിസ്സംശയം പറയാം, അമ്മ ഇരകൾക്കൊപ്പമാണ്, വേട്ടക്കാർക്കൊപ്പമല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ ഒരു തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുന്ന, ഹൈദർ ഈ മേഖല തിരഞ്ഞെടുക്കുന്ന ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഏറ്റവും നന്മയോടെ നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിലല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഈ സിനിമയിൽ വരുന്നത്, ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞ് ഒരുപാട് ജോലി ചെയ്തിട്ട് അതൊക്കെ റിസൈൻ ചെയ്തിട്ട് സിനിമയിലെത്തിയ ആളാണ്. അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് എന്നിലുള്ള വിശ്വാസം എന്താ? അവൻ പോയി വർക്ക് ചെയ്യുന്ന മേഖല കൊള്ളാമെന്നുള്ള തോന്നലല്ലേ? എനിക്കൊരു പെണ്ണ് കെട്ടി തന്നിട്ടുണ്ട്, ഞാൻ നടനാണെന്ന് അറിഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. എനിക്കൊരു മോനുണ്ട്, അവൻ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് വീട്ടുകാരുണ്ട്, അവൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അവളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവളുടെ കൂടെ വർക്ക് ചെയ്ത സുഹൃത്തുക്കളുണ്ട്. എൻ്റെ അമ്മ ടീച്ചറാണ്, അധ്യാപികയാണ്. അമ്മയുടെ
അമ്മയുടെ കൂടെ വർക്ക് ചെയ്ത അധ്യാപകരുണ്ട്, ഇവരൊക്കെ എന്നെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അവിടെ നമുക്ക് വേട്ടക്കാരുടെ ഒപ്പം നിൽക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള ലെവലിൽ ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനും കൂടിയാണ്, എനിക്ക് വേട്ടക്കാരുടെ ഒപ്പം നിൽക്കാൻ പറ്റുമോ? ഈ ഇത്രയും ആർട്ടിസ്റ്റുകളെ പ്രതിദാനം ചെയ്യുന്ന അമ്മ സംഘടനയ്ക്ക് വേട്ടക്കാരുടെ ഒപ്പം നിൽക്കാൻ ഒരിക്കലും നിൽക്കില്ല. വേട്ടക്കാരോടൊപ്പം സംഘടനയും നിൽക്കില്ല, ഒരംഗവും നിൽക്കില്ല. വേട്ടക്കാരെ ഒറ്റപ്പെടുത്തുക തന്നെ ഈ യാതൊരു സംശയമില്ല. കൃത്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേവലം താങ്കളും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ്. ഒരു നടിക്ക് റൂമിൽ കിടന്നുറങ്ങാൻ പോലും പറ്റില്ല, റൂം ചവിട്ടിപ്പൊളിക്കുന്നതിന് ഒത്തിരി ആരോപണങ്ങൾ, അതൊക്കെ എടുത്തെടുത്ത് നമ്മൾ എല്ലാ ആരോപണവും കേട്ടതാണ്. ഇത്തരം സംഭവങ്ങൾ ജയൻ ചേർത്തല എന്ന് പറയുന്ന ഒരു ആക്ടർ, അമ്മയുടെ വൈസ് പ്രസിഡൻ്റായ ഒരു ആക്ടർ വർഷങ്ങളായി സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. താങ്കളുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇത് വാസ്തവത്തിൽ ഈ റിപ്പോർട്ട് വന്നപ്പോൾ എനിക്കും ഞെട്ടലൊടുവാക്കി. ഉള്ള കാര്യം തുറന്നു പറയും, ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഇത്രയും സംഭവങ്ങൾ ഈ സിനിമയിൽ നടക്കുന്നുണ്ടോ? കാര്യം നമ്മൾ സിനിമയിൽ രക്ഷപ്പെടുക, ജീവിതത്തിൽ സമൂഹം മുഴുവൻ നമ്മളെ ബഹുമാനിക്കുന്നു, നാട്ടുകാർ നമ്മളെ ബഹുമാനിക്കുന്നു, നമ്മുടെ സഹപ്രവർത്തകർ നമ്മളെ ബഹുമാനിക്കുന്നു. ഈ ഒരു ബഹുമാനവും സ്നേഹവും കിട്ടുമ്പോൾ നമുക്ക് ഒരു ഇച്ചി പോകുന്നൊരു ചീത്ത ഒരു സിഗരറ്റ് വലിക്കുന്നവൻ പോലും ഒളിച്ചു നിന്നേ വലിക്കുകയുള്ളൂ സിനിമയിൽ. കാരണം പബ്ലിക് അത് കാണരുത്. ആഗ്രഹം ഉണ്ടവന് വലിക്കാൻ, അവൻ വലിക്കുന്ന പോലും ഒളിച്ചു നിന്നേ വലിക്കുള്ളൂ. കാരണം ജനങ്ങളുടെ മുമ്പിൽ അത്ര പോലും വൃത്തികെട്ടവനാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് സിനിമയിലുള്ള. അങ്ങനെയുള്ള താരങ്ങളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊക്കെ മാറി, അങ്ങനെയുള്ള താരങ്ങളൊന്നും അല്ല. ആയിക്കോട്ടെ, ലഹരിക്ക് അടിമയായ ഒത്തിരി പേരുണ്ട്, അത് കുറച്ച് പേരുണ്ടാകും. അല്ല, ഇതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പം നിങ്ങൾ എടുത്തു പറയൂ, ഈ പുതിയ തലമുറ ഒരുപാട് പേര് വന്നു, നിങ്ങൾക്ക് ആർക്കെതിരെയാണ് നിങ്ങൾക്ക് ഒരു പരാതി പറയാനുള്ളത്? ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന എന്നാ 2019 ആണല്ലോ. അതിനും 10 വർഷം മുമ്പുള്ള സിനിമയിലെ കാര്യങ്ങളാണ് ഈ പറയുന്നത്, ആണല്ലോ. അപ്പം അന്ന് ഒരു 10-14 വർഷം മുമ്പ് സിനിമയിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇന്നത്തെ യുവജനങ്ങൾ, ഇന്ന് പ്രേമലു പോലത്തെ പുതിയ തലമുറയുടെ നായികന്മാർ, കുട്ടികൾ സുന്ദരികളും സുന്ദരന്മാരുമായ, ലോകത്തിന് മുഴുവൻ ബഹുമാനം തോന്നുന്ന ആ കുട്ടികൾ വന്നെങ്കിൽ അവരെ ആ കാറ്റഗറി നമുക്ക് പെടുത്താൻ പറ്റില്ല. പഴയ തലമുറയിൽപ്പെട്ട കുറച്ച് ആർട്ടിസ്റ്റുകൾ എന്തോ തെറ്റുകൾ ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അവർ തെറ്റ് ചെയ്തെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കട്ടെ. ഇപ്പോഴും തുടരുന്നില്ലേ ഇത്തരം? എൻ്റെ അറിവിൽ ഞാനിപ്പം കുറച്ച് സിനിമകൾ വർക്ക്, 10-50 സിനിമയോളം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള. എൻ്റെ സിനിമയിൽ ഒരു ആർട്ടിസ്റ്റ് പോലും രാത്രിയിൽ ഒരു കഥക് തല്ലിപ്പൊളിക്കുന്ന അനുഭവം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ വന്ന് ഉപദ്രവിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങളോ ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഇവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഹൈദർ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. സത്യം പറഞ്ഞാൽ അന്നൊന്നും കാരവാൻ കൾച്ചറൊന്നുമില്ല. ഇന്നും കാരവാൻ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊന്നും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം പിറവത്തൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയി. അവിടെ ആർട്ടിസ്റ്റുകൾ ഞാനുണ്ട്, ഇന്ദ്രൻ സേട്ടനുണ്ട്, അങ്ങനെ ഞങ്ങൾ 5-6 പേരുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു 10, 100, 150 പേരുണ്ട്. ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ സിനിമയുടെ ഗ്രൂപ്പിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് അവരെ വിളിക്കാൻ പറ്റില്ല, അവരും ആർട്ടിസ്റ്റുകൾ തന്നെ. അവരും സിനിമ സ്വപ്നം കണ്ടു വരുന്ന ആഗ്രഹത്തോടെ വരുന്ന ആൾക്കാരാണ്. കാര്യം ഞാൻ അതിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്, എനിക്ക് അവരോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന 500 പേർക്ക് ഒരു ബാത്റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ അവർ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിലുള്ള ഏതെങ്കിലും ഒരു ബാത്റൂം യൂസ് ചെയ്യാൻ പറയും. അപ്പോൾ അതിലിപ്പോൾ 2-3 ബാത്റൂംസ് ആ ലൊക്കേഷനിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇവർ 500 പേരൊക്കെ വരുന്നെങ്കിൽ ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതായിട്ട് വരാറുണ്ട്. അത് ഇന്നും വരാറുണ്ട്. പക്ഷേ മുൻകാലങ്ങളിൽ ഈ കാരവാനൊന്നും ഇല്ലാതിരുന്ന അവസ്ഥയിൽ ഞാൻ ഡ്രസ്സ് മാറിയിട്ടുണ്ട്, മരത്തിൻ്റെ മറയിൽ പോയി തുണി പിടിച്ച് നിന്നിട്ട് മാറിയിട്ടുണ്ട്. ചിലപ്പം സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ സ്ത്രീകളൊക്കെ സാരി ഇങ്ങനെ ഔട്ട്ഡോറാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ സാരിയൊക്കെ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് അതിന് മറയിൽ നിന്നിട്ട് പെണ്ണുങ്ങൾ മാത്രം നിന്നിട്ട് ഡ്രസ്സ് മാറിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അത് പറ്റത്തില്ല. എന്താ കാര്യം അറിയാം, എല്ലാവരുടെയും ക്യാമറയില്ല. അപ്പോൾ ക്യാമറ വന്നോണ്ട് ഈ കാരവാൻ വരാനുള്ള ഒരു കാരണം അതാണ്. കാരണം നമുക്കൊരു ഒളിവ് വേണം, നമുക്കൊരു മറവ് വേണം. മുൻകാലങ്ങളിൽ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ റിപ്പോർട്ടിന് ആസ്പദമായ ചർച്ചകൾ നടക്കുന്ന സമയങ്ങളിലൊന്നും ഈ കാരവാൻ കൾച്ചറൊന്നും മലയാളത്തിൽ ഇല്ലാതിരുന്ന സമയം. അതുകൊണ്ടാണ് മൂത്രം ഒഴിക്കാൻ സ്പേസ് കൊടുത്തിരുന്നില്ല. പിന്നെ വേറെ കുറച്ച് ഈ പീരീഡ്സ് സമയത്തൊക്കെ വെള്ളം കൊടുത്തിരുന്നില്ല എന്നൊക്കെ പറയുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് വായിച്ചപ്പം വെള്ളം കൂടുതൽ കൊടുത്താൽ ബാത്റൂമിൽ കൂടുതൽ പ്രാവശ്യം പോകേണ്ടി വരുന്നത് കൊണ്ട് വെള്ളം അവർ കുടിക്കുന്നത് കുറച്ചു. ഇത് ഞാൻ പറയുന്നത് ഈ കോമൺ ആയിട്ട് ബാത്റൂം ഉപയോഗിക്കേണ്ടി വരുമ്പം ചില ആൾക്കാർക്കൊക്കെ ഇപ്പം എൻ്റെ മോൻ തന്നെ സ്കൂളിൽ പോകുന്നു, അവൻ കഴിഞ്ഞ ദിവസം അവന് യൂറിനറി പ്രോബ്ലം വന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എന്താ വെച്ചാൽ, അച്ഛാ എനിക്ക് ആ ബാത്റൂമിൽ എല്ലാ കുട്ടികളും കൂടെ പോകുന്ന ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല, എല്ലാവരും കൂടെ ഉപയോഗിക്കുമ്പോൾ ഒരു വൃത്തി അത്ര സുഖം തോന്നി, അപ്പോൾ മൂത്രം ഒഴിക്കാൻ മടിച്ച് പോകുമ്പോൾ വെള്ളം കുടിക്കത്തില്ല. ഞാനതിനെ ലഘുവായിട്ട് കാണുന്നതല്ല, ഇങ്ങനെ ആകാനും സാധ്യതയുണ്ട്. ഇനി അല്ലാതെ വെള്ളം കൊടുക്കില്ല എന്ന് പറയുന്നതിനോട് സത്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. കാര്യം നമ്മൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച കാലത്ത് പോലും നമുക്ക് ക്യൂവിൽ നിൽക്കണം എന്നുള്ളതേ ഉള്ളൂ. ഭക്ഷണം
വെള്ളം കുടിക്കാൻ ഭയമെന്നാണ് അവരും പറഞ്ഞത്. ഭയം. പക്ഷെ അത് അങ്ങനത്തെ കുറേയൊക്കെ എക്സാജറേറ്റഡ് ആണോ, ഇനി വല്ലവരുടെയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കൊടുത്ത മൊഴിയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ട് തേടിയിട്ടുള്ളത് ആരോടൊക്കെയാണെന്നുള്ളത് നമുക്കൊരു വ്യക്തതയില്ല. 66 പേരോടാണ് ഉണ്ട്. അത് എണ്ണം എനിക്ക് ഉണ്ട്. പക്ഷേ അതിൽ എത്ര പേര് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, എത്ര പേര് അക്ലെയിംഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, അവരുടെ അനുഭവമാണോ ഇത് എന്ന് വന്നാൽ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇപ്പോൾ ആരെയാണ് എന്താണെന്നുള്ളൊരു വിശകലനം ചെയ്യാതെ നമുക്കിതിനെ കൃത്യമായിട്ട് നമുക്കിതിനെ വ്യക്തിപരമായിട്ട് എനിക്ക് പ്രതികരിക്കാൻ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. അതാണ് എൻ്റെ സത്യം. അത് കൃത്യമായിട്ട് തന്നെ താങ്കൾ പറയുന്നു. അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്, പല പേജുകളും മാറ്റിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ആ പേജുകൾ പുറത്ത് വിടേണ്ടതാണോ? ജയൻ എന്ന് പറയുന്ന ജയൻ ചേർത്ത വ്യക്തിക്ക് ചോദിക്കുകയാണ്. ആ പേരുകൾ അറിഞ്ഞാൽ നിങ്ങളെല്ലാം ഇപ്പം മഴ നനഞ്ഞ് നിൽക്കുകയാണ്, നിങ്ങളെല്ലാവരും മഴ നനഞ്ഞ് നിൽക്കുകയാണ്. ആ ഉത്തരം പറയാം. കഴിഞ്ഞതിൻ്റെ പറഞ്ഞു വന്നപ്പോൾ പകുതി വെച്ച് വിട്ടുപോയി. ഞാൻ തെറ്റുകാരനല്ല എന്നുള്ള വിശ്വാസത്തിൽ എൻ്റെ പേര് കുഴപ്പക്കാരനല്ല എന്നറിയപ്പെടാൻ ആഗ്രഹമില്ലാത്ത ഞാൻ ഉൾപ്പെടെയുള്ള ആരാ ഇല്ലാത്തത്? ഇതിപ്പോൾ എന്താ അറിയോ, സിനിമാ ലോകത്തുള്ള എല്ലാവരും കുഴപ്പക്കാരാണെന്നൊരു പേര് വന്നിരിക്കുകയാണ്. സിനിമാ ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളെയും വേട്ടയാടുന്നവനാണ് എന്നൊരു ബ്രാൻഡിങ് പോലെ വന്നിരിക്കുക. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ആ കാറ്റഗറി പെടാതിരിക്കാൻ സത്യസന്ധമായി ജീവിതം നയിക്കുന്ന ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഈ തെറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്നവരുടെ പേര് ഒത്തൻറ്റിക് ആണെങ്കിൽ, നിങ്ങൾക്ക് തെളിവുകളുടെ ബലത്തിൽ നിങ്ങൾ പറയുകയാണ് ഇന്നവരൊക്കെ തെറ്റുകാർ, ഇന്നവർ തെറ്റുകാരല്ല എന്നുണ്ടെങ്കിൽ ആ തെറ്റുകാരുടെ പേര് പുറത്തുവിടട്ടെ. അതിനെന്താ കുഴപ്പമുള്ളത്? കാരണം എന്ന് വെച്ചാൽ ഈ ഇരകളുടെ പേര് വിടാതിരിക്കാം, പക്ഷേ ഈ വേട്ടക്കാരുടെ പേര് പുറത്തുവിടുന്നതിൽ എന്താ തെറ്റുള്ളത്? വേട്ടക്കാരാണെങ്കിൽ അതിന് ഇപ്പം തെളിവ് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഇതൊരു പഠനം മാത്രമേ നടന്നിട്ടുള്ളൂ, ഒരു കേസ് അന്വേഷണം പോലെ നടന്നിട്ടില്ല. അതെ, അതിനി എന്താണെന്നറിയാം, ഇപ്പോൾ ഈ ഹൈദറെ ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ചാൽ റിപ്പോർട്ട് തേടുമ്പം ഹൈദറിനോട് റിപ്പോർട്ട് തേടുന്നു. ഹൈദർ പറയുന്നത് മുഴുവൻ ഞാൻ കേൾക്കുന്നു, ഹൈദറിൻ്റെ ഗ്രീവൻസസ് മുഴുവൻ ഞാൻ എഴുതിയെടുക്കുന്നു. ചിലപ്പോൾ ഹൈദർ പേര് പറഞ്ഞിട്ടുണ്ടാവാം, ചിലപ്പോൾ ഹൈദർ പറയും എനിക്ക് പേര് പറയാൻ മടിയുണ്ട്. അവിടെ തെളിവുകൾ ഹാജരാക്കണ്ട. റിപ്പോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത റിപ്പോർട്ട് കാടടിച്ച് വെടിവെക്കുക, പക്ഷെ അതിൽ തെളിവുകൾ ആവശ്യമില്ല. പക്ഷേ കോടതിയിൽ വരുമ്പം ഇനിയാണ് തെളിവുകൾ ആവശ്യം വരിക. തെളിവുകൾ ആവശ്യപ്പെടാതെ വേട്ടക്കാരൻ്റെ പേര് പുറത്തു പറയുന്ന തെറ്റല്ലേ? ഇല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേട്ടക്കാരുടെ പേര് പുറത്തു വിടണമെന്ന ആവശ്യമാണ് ജയൻ ചേർത്തനെന്ന്. ഉറപ്പായിട്ടും തെളിവുണ്ടെങ്കിൽ വേട്ടക്കാരൻ്റെ പേര് പുറത്തു വിടണം. അല്ലെങ്കിൽ നമ്മളെല്ലാം ഈ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും തെളിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേട്ടക്കാരൻ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേര് പുറത്തു വരണം. നമ്മളെപ്പോഴും പീഡിപ്പിക്കപ്പെട്ടവരുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഈ പറയുന്ന പോലെ ഇരകളായിട്ടുള്ള പെൺകുട്ടികൾ അവർ പറയുന്ന മൊഴികളെല്ലാം സത്യസന്ധമാണെങ്കിൽ ആ ഇരകളുടെ കൂടെ തന്നെയാണ് വ്യക്തിപരമായിട്ട് ജയൻ ചേർത്തല നിൽക്കുക. വ്യക്തിപരമായിട്ട് നിൽക്കുമ്പോൾ അമ്മയുടെ വൈസ് പ്രസിഡന്റ് എന്നല്ല, അമ്മയെന്ന സംഘടനയെ കൂടെ നിർത്താൻ എന്നാൽ കഴിയുന്ന എല്ലാ പ്രവൃത്തിയും ഞാൻ ചെയ്യും, ഒരു സംശയവും വേണ്ട. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്. അല്ലെന്താണെന്നറിയോ, ഇപ്പം അമ്മയിൽ തന്നെ ഞങ്ങൾ ഇരിക്കുന്നു, ഞങ്ങളുടെ ആ ഭരണസമിതിയിൽ ഇരിക്കുന്ന ഇപ്പം ലാലേട്ടൻ, അത് കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ഞാനും ജഗദീഷ് ഏട്ടനും, സിദ്ദിഖേട്ടൻ, ബാബുരാജ്, അത് കഴിഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ, ഇത് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ 11 പേര്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ 17 പേർക്കും ഒരേ സ്വരത്തിലുള്ള അഭിപ്രായമാണുള്ളത്. എല്ലാവരും പറയുന്നതാണ് തെറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ പുറത്ത് തെളിവുണ്ട്. എന്തിനു വൈകുന്നു? അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 17 പേര്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും ദിവസങ്ങളായി ഇപ്പോഴും നിങ്ങളൊരു എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തയ്യാറായിട്ടില്ല, നിങ്ങൾ മാധ്യമങ്ങളെ കാണാൻ തയ്യാറാവുന്നില്ല. അമ്മ എന്ന് പറഞ്ഞ സംഘടനയല്ല, അമ്മയുടെ വാർത്തകൾ കണ്ടില്ല, പേര് മാറ്റാൻ അതൊരു തെറ്റാണ് എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഞാൻ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ 19-ാം തീയതി തൊട്ട് ഞാൻ സംഘടനയിൽ പറയുന്നുണ്ട്, സംഘടന ജനറൽ സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും ഞാൻ പറഞ്ഞു നമ്മളിത് എത്രയും പെട്ടെന്ന് അതിൽ എന്നെ സപ്പോർട്ടായിട്ട് ഫെഫ്കയുടെ ചീഫായ ബി ഉണ്ണികൃഷ്ണൻ എന്നോട് പറഞ്ഞു ജയൻ പറയുന്നത് ശരിയാണ്, ഇത് പുറത്തു വിടണം. പക്ഷെ അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു വാർത്താ സമ്മേളനം പോലെ എക്സിക്യൂട്ടീവ് യോഗം കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു, വ്യക്തമായി പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പം അതിനകത്ത് വന്നൊരു സാങ്കേതിക അതിനും ഒരു ശരിയുണ്ടെന്ന് എനിക്ക് തോന്നിയത് വിഷയം എന്ന് വെച്ചാൽ ഈ ആരോപിക്കപ്പെടുന്ന കേസിലെ വേട്ടക്കാരെന്ന് പറയപ്പെടുന്നവരും ഇരകളെന്ന് പറയുന്നത് ഒരേ സംഘടനയിൽപ്പെട്ടവരാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വരുത്താതെ നമ്മൾ അവരോട് ഇരകളോടും വേട്ടക്കാരോടും സംസാരിക്കാൻ എന്നുള്ള ഉദ്ദേശമില്ല, ആ മെമ്പർമാരെ എല്ലാവരെയും ചേർത്തിരുത്തി ഒരു എക്സിക്യൂട്ടീവ് കൂടി ഒരു തീരുമാനം എടുക്കാതെ നമുക്ക് ഈ സാധനം പറയുന്നത് തെറ്റായിപ്പോയില്ലേ, ഏകപക്ഷീയമായി പോയില്ലേ എന്നുള്ള തോന്നലുള്ളതുകൊണ്ടാണ് അമ്മയുടെ പ്രഖ്യാപനം വൈകുന്നത്. ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ പ്രശ്നമില്ല. അല്ല, നിങ്ങൾ മാത്രമാണ് ആവശ്യപ്പെട്ടതെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. അല്ല, ഞാൻ മാത്രമല്ല, ഞാൻ ആദ്യം ആവശ്യപ്പെട്ടു, അതിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് ലാലേട്ടനൊക്കെ. ലാലേട്ടൻ ജയം പറയുന്നത് കറക്റ്റാണ്. സിദ്ദിഖേട്ടൻ പറഞ്ഞു നിങ്ങളൊക്കെ പറയൂ, പറയുന്നതിൽ കാര്യമുണ്ട്, നമുക്ക് പറയണം എന്ന് പറഞ്ഞു.
പറയണമെന്നൊരു സ്ഥിതിക്ക് പറഞ്ഞു അപ്പം മറ്റുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പലരും അവിടെ എത്തിയിട്ടില്ല, പലരും റിഹേഴ്സൽ സ്ഥലത്താണ്, പലരും മറ്റ് ജില്ലകളിലാണ്, കുറേ പേര് വന്ന്. അപ്പോഴാണ് പിന്നെ ഒരു തീരുമാനം വന്നത്. എല്ലാവരും കൂടെ ചേരാൻ ഒരു ഫോണിൽ വിളിച്ചാൽ ഹൈദറിനും അറിയാം ഈ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പലരും സ്പ്ലിറ്റപ്പ് ആണ്. നമ്മുടെ ഒന്നും ഇപ്പം എൻ്റെ പോലും ഫോണുകളോ ഒന്നും 2 ദിവസമായിട്ട് ഇന്നാണ് ഹൈദറിനെ ഞാൻ അറിയാലോ. അപ്പം നമ്മുടെയൊക്കെ ഫോൺ മ്യൂട്ടാണ്. നമ്മുടെ ഇത് പറഞ്ഞാൽ ഇത് എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നതായിട്ട് ചിലപ്പോൾ ജനങ്ങൾക്ക് തോന്നാം. പക്ഷെ സത്യാവസ്ഥ ഏതാണ്? നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ്, നമ്മൾ 4 കോടി രൂപ വാങ്ങിച്ചിട്ടൊരു ഷോ ചെയ്യുന്നതാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും കൂടെ ചേർന്ന് അവിടെ ഇന്ന് വെളുപ്പിന് 1:30ക്കാണ് ഷോ തീരുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് നമുക്ക് ഓഡിയോ ലൈവ് പോയിക്കൊണ്ട് അപ്പോൾ എല്ലാവരുടെയും മൊബൈൽ നിങ്ങൾ ആരും വിളിച്ചെങ്കിൽ ഇന്നലെ മിനിങ്ങാന്നൊന്നും ഞങ്ങളെ കിട്ടിയിട്ടുണ്ടാവില്ല. കാര്യം അത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ബോധപൂർവം ഒഴിവാക്കിയതല്ല. പിന്നെ വളരെ പീസ് ഓഫ് മൈൻഡിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മുടെ കുടുംബത്തിലെ അമ്മ എന്ന് പറയുന്ന ഈ സംഘടന പ്രതിനിധാനം ചെയ്യുന്ന മലയാള സിനിമ ഫ്രട്ടേണിറ്റി, മലയാള സിനിമാ കുടുംബത്തിലെ ഒരു വലിയ വിഷയമല്ലേ വന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ നിസ്സാരവൽക്കരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? വെറുതെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞ മൊഴികൾ പോലും ഒരു സംഘടനാ തലത്തിൽ പറയുമ്പോൾ ആലോചിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിപരമായി, ഞാൻ സിനിമയിൽ വന്നത് എൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും ബോധിപ്പിച്ചുകൊണ്ടാണ്. ഞാൻ മാന്യമായിട്ട് ജോലി എടുക്കുന്ന ഒരാളാണെന്ന് ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ വന്നയാളാണ്. എൻ്റെ ക്രെഡിബിലിറ്റി നാട്ടുകാർ അറിയേണ്ടത് എനിക്ക് ആവശ്യമുള്ളൊരു കേസാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് വേട്ടക്കാരുടെ പേര് പുറത്ത് വിട്ട, ഇരകളുടെ പേര് പുറത്ത് വിട്ട, വേട്ടക്കാരുടെ പേര് പുറത്ത് വിട്ട, പക്ഷേ വിടുമ്പം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വേണം വിടാനായിട്ട്. ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിച്ച ഹേമ മാഡം തന്നെ പറഞ്ഞു എന്ന് പറയുന്നത് ഇത് ഒരിക്കലും പുറത്ത് വിടരുത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തെളിവുകൾ, ഈ മൊഴികളുടെ തെളിവുകൾ മാഡത്തിൻ്റെ പക്കം ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ അത് ഒരു കമ്മീഷനും ഒരു കമ്മിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു അന്വേഷണ കമ്മീഷനാണെങ്കിൽ ആ മൊഴികൾ രേഖകളാക്കി ഹാജരാക്കും. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് തേടാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇത് എത്ര പേർക്ക് പൊതുജനത്തിന് അറിയാമെന്ന് എനിക്കറിയില്ല. ഒരു കമ്മീഷൻ എന്ന് വെച്ചാൽ അന്വേഷണ ചുമതലയുള്ള കമ്മീഷനാണ്. ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്നൊരു കമ്മിറ്റി. ഇത് രണ്ടും രണ്ടാണ്. മോഡ് ഓഫ് വർക്ക് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ എത്ര തെളിവുകൾ മാഡത്തിൻ്റെ ഉണ്ടെന്നും ഇതിനെ എത്ര കണ്ട് കോടതി അംഗീകരിക്കുന്നു നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനു മുമ്പേ ചാടിക്കേറി നമ്മൾ ഓരോരുത്തരെ നമ്മളൊരു കോർണർ ചെയ്യുന്ന തെറ്റായി എന്നുള്ളത് കൊണ്ടിട്ടാണ് ആലോചിച്ച് എനിക്ക് തോന്നുന്ന അടുത്ത മണിക്കൂറുകളിൽ അമ്മയുടെ പ്രതികരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് മീറ്റിംഗ് കൂടിയിട്ട് ഒരു തീരുമാനത്തിലെത്താനുള്ള വരും നിമിഷങ്ങളിൽ അത് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പോൾ സർക്കാർ ഇപ്പോൾ ഇത് ഏകീകരിച്ചുകൊണ്ട് കോൺക്ലേവ് നടത്താൻ തീരുമാനിക്കുന്നു. അവിടെ ഒരു ചോദ്യം, ഇന്നലെ പാർവതിയൊക്കെ ചോദിച്ച ചോദ്യമാണ്. അത് നടത്തുമ്പോൾ ഈ വേട്ടക്കാരും ഉണ്ടാവും, ഇരകളും ഉണ്ടാവും. ചോദ്യം പ്രസക്തമല്ല. ഇപ്പോൾ പാർവതിയുടെ ചോദ്യത്തെ ഇപ്പം ഞാൻ ആ പാർവതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഞാൻ WCC അഭിനന്ദിക്കുകയാണ്. ഇപ്പം WCCനെ അഭിനന്ദിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ വിമൻസ് ഇൻ കളക്റ്റീവ് സിനിമ എന്ന് പറയുന്ന ആ സംഘടന ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരാനിടയിൽ. അതിന് ഐ അപ്രീഷിയേറ്റ് യു. പിന്നെ നിങ്ങൾ WCCക്കാരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം എന്തോ നിങ്ങളുടെ ഇനിഷ്യേറ്റീവാണ്. ഈ മലയാള സിനിമയെ ശുദ്ധീകരിക്കാൻ നിങ്ങളെടുത്തിട്ടുള്ള തീരുമാനം വളരെ നല്ലതാണ്. നിങ്ങൾ ഇറങ്ങിയതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇപ്പം വന്നിട്ടുള്ളത്. അതിന് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ഇന്നലെ ആദ്യമായിട്ടായിരിക്കും താരസംഘടന ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആൾ പറയുന്നുണ്ടോ? അല്ല, ഈ നമ്മുടെ സഹപ്രവർത്തകരല്ലേ WCC ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാരണം അവർ ദേ ആർ ഓൾ വെരി ഗുഡ് ആർട്ടിസ്റ്റ് ആൻഡ് വെരി ഗുഡ് ഹ്യൂമൻ ബീങ്സ്. അവരെ നമ്മൾ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കും? അവരുടെ കാഴ്ചപ്പാടുകൾ വളരെ നീതിപൂർവമായ കാഴ്ചപ്പാടാണ്. WCCയുടെ തലപ്പത്തിരിക്കുന്ന എല്ലാവരുമായിട്ട് എനിക്ക് നന്നായിട്ടറിയാം, വ്യക്തിബന്ധം അറിയാം. എനിക്ക് റെസ്പെക്റ്റുള്ള ആർട്ടിസ്റ്റുകളാണ്, എനിക്ക് റെസ്പെക്റ്റ് ഉള്ള ഹ്യൂമൻ ബീങ്സാണ്, നല്ല മനുഷ്യരാണ് അവർ. അപ്പോൾ അവരെ പിന്നെ അവർ ചില കാര്യങ്ങളിൽ അമ്മയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ ഭാരവാഹിയോ ഒന്നും അല്ലാത്ത അതിനെക്കുറിച്ച് ഞാൻ പരാമർശിക്കാൻ ആളല്ല. പക്ഷേ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു അവരോട്. ഈ കേസിൽ ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്. തീർച്ചയായിട്ടും. പിന്നെ ഈ ഇന്നലത്തെ കേസിൽ പുള്ളിക്കാരി ഇൻ്റർവ്യൂ പറഞ്ഞതിൻ്റെ വിഷയം ഞാൻ പറഞ്ഞുതരാം. ഈ കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇത് പൊളിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ഹൈദരെ. ഇതിപ്പോൾ എന്താണെന്നറിയാം, ഇത് ചില പാർട്ടിക്കാർ ഭരണ കക്ഷിക്കെതിരായിട്ടൊരു ആരോപണമായിട്ട് മുന്നോട്ട് വരിക. എത്ര നീതിയുണ്ട് അതിനകത്ത്? ഞാൻ ചോദിക്കട്ടെ, ഈ കമ്മിറ്റിയെ നിയോഗിച്ചതാരാണ്? ഈ സർക്കാരല്ലേ നിയോഗിച്ചത്? അത് നല്ലതാകാൻ വേണ്ടിയിട്ടല്ലേ? ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഹേമ മാഡം പറഞ്ഞതാണ് ഇത് പുറത്ത് വിടരുത് എന്നുള്ളത്. ഇതിനകത്തുള്ളത് ഒരു കമ്മിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ കമ്മീഷനും കമ്മിറ്റിയും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെളിവുകൾ എത്ര ഉണ്ടെന്ന് അറിയാതെ ഇത് പുറത്ത് വിടാതിരുന്നത്. അത് കുറച്ച് വൈകി, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് പുറത്ത് വിട്ട് കഴിയുമ്പോൾ ഇതിന് വേണ്ട, മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞല്ലോ, ഇരകൾ തെളിവോടുകൂടി ഇരയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അവർക്കെതിരെ കേസെടുക്കാം എന്ന് പറഞ്ഞു. ഇപ്പോൾ
കോടതി ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ സജി ചെറിയാൻ പറഞ്ഞത് വിചിത്രം കേട്ടോ. അത് നിങ്ങൾ അംഗീകരിക്കണം. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. പിന്നെ പറയുന്നു എൻ്റെ അടുത്ത് ആരും കംപ്ലൈൻറ്റുമായിട്ട് വന്നില്ല. അത് പുള്ളിയുടെ ഈ മന്ത്രിയുടെ അടുത്ത് കംപ്ലൈൻറ്റുമായിട്ട് പോകണത് എന്തിനാണ്? അത് വിചിത്രമല്ലേ? അതല്ല, അതിനകത്ത് ഞാൻ ന്യായീകരിക്കാനോ ഒന്നും പറയുന്നതല്ല. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇത് ഈ റിപ്പോർട്ട് വരുന്ന സമയത്തുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി ബാലൻ സഖാവായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഒരു പക്ഷേ ഇദ്ദേഹം അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതിനുശേഷം റിപ്പോർട്ട് ഇംഗ്ലീഷിലാണ്. അല്ല, അതൊക്കെ സജി ചെറിയാൻ സഖാവിന് പിന്നെ വായിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും മോശം. ഇത് പ്രൊക്ലെയിംഡ് ഇത് വിളംബരം പോലെ വിളിച്ചു പറഞ്ഞ സമയത്തല്ലേ, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലേ, അദ്ദേഹം അതിനുശേഷം പഠിക്കാൻ സമയം കിട്ടി അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവും, ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തു വന്ന് ഉടനെ ചെന്ന് ചോദിച്ചാലാണ് പുള്ളി പറഞ്ഞത് റിപ്പോർട്ട് ഉണ്ട് അവിടെ. അതെ, പക്ഷെ അത് മുൻപിരിക്കുന്ന ആളുടെ കയ്യിൽ ആ പരിധിയിൽ നിന്നതായതുകൊണ്ട് പിന്നീട് വന്നിട്ട് ഇതിലോട്ട് ശ്രദ്ധിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. അതെന്തോട്ടെ, ഞാൻ പറഞ്ഞത് കോൺക്ലേവിന്റെ വിഷയം. കോൺക്ലേവിൽ പങ്കെടുക്കുന്ന ആരാ? അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ, നാഷണൽ ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ, മറ്റ് സ്റ്റേറ്റ്സ് ലെവലിലുള്ള സിനിമയുടെ വലിയ വലിയ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു സിനിമ നയം രൂപീകരിക്കുന്നതിനെ കുറിച്ച് റിട്ടൺ ഡോക്യുമെന്റ് ഉണ്ടാക്കാനാണ് ഈ കോൺക്ലേവ് വെക്കുന്നത്. അതിനകത്ത് ഇവിടുത്തെ സംഘടനകളുമുണ്ട്. അപ്പൊ അതിനകത്ത് ഈ സംഘടനയെ പ്രതിദാനം ചെയ്യുന്ന എല്ലാവരും ഇരയും വേട്ടക്കാരും അല്ലല്ലോ. അല്ല, അത് തിരിച്ചു വേണ്ടേ ചെയ്യാൻ. അത് ഇപ്പൊ കംപ്ലൈന്റ് ചെയ്ത ആളുകളുണ്ട്. ഇപ്പം ഇരകള് ഇന്ന ആളുകൾ ഉറപ്പായിട്ടും ഈ കോൺക്ലേവിന് ക്ഷണിക്കുന്ന സമയത്ത് വേട്ടക്കാരായിട്ട് പ്രൊക്ലെയിം ചെയ്യപ്പെട്ട ആൾക്കാർ, വേട്ടക്കാരായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർ അതിനകത്ത് വന്നാൽ ഉറപ്പായിട്ട് സംഘടന ഉൾക്കൊള്ളില്ലല്ലോ. ഉൾക്കൊള്ളില്ല, ഒരു സംഘടന ഉൾക്കൊള്ളില്ല. ഞാൻ ചോദിക്കണം, അമ്മയല്ല, ഫെഫ്ക അല്ല, ഇനി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആരാവട്ടെ, വേട്ടക്കാരായിട്ട് വിത്ത് എവിഡൻസ് കാഴ്ച ബ്രാൻഡ് ചെയ്യപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ആ സംഘടന, ഒരു സംഘടനയും, സിനിമാ സംഘടന അത് ചുമക്കില്ല. എന്റെ വിശ്വാസം. WCC ഉൾപ്പെടെയുള്ളവർ പറയാണ്, ഞങ്ങൾ പരാതിപ്പെട്ട ആളുകൾ, പേരെടുത്ത് പറയുന്നില്ല അവരെന്ന് വെച്ചു, WCC ഞങ്ങൾ പരാതിപ്പെട്ട ആളുകൾ ഈ കമ്മിറ്റിക്ക് വരുന്നുണ്ട്, കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്, ഞങ്ങൾ എതിർക്കും. ഇന്നലെ പാർവതി പറഞ്ഞു ഞങ്ങൾ എതിർക്കും. അങ്ങനെ തന്നെ അവർ അന്ന് പറയണത് ഇന്ന ആളുകൾ, പേര് പറയില്ല, ഞങ്ങൾ മൊഴി കൊടുത്ത ആളുകൾ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിവ് കിട്ടിയാൽ നിങ്ങളും എതിർക്കും. ഉറപ്പല്ലേ? അതിന് സംശയം എന്താ? ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഇപ്പോഴും നിങ്ങളൊക്കെ വളരെ പ്രൊഡ്യൂസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന കൊണ്ടിട്ടാണ്. നമ്മൾ തെറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സംഘടനയല്ല അമ്മ. ഇന്ന് വരെ അങ്ങനെ നിന്നിട്ടില്ല, ഇനിയും നിൽക്കത്തില്ല. അമ്മ നല്ല നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. ഇതൊരു ചാരിറ്റി, വീടുകൾ, എത്ര കൈനീട്ടം, പിന്നെ ഇപ്പൊ ഈ ഷോ നടത്തിയതിന് അമ്മ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നല്ലതാണ്. അമ്മയുടെ ചില സമയത്തെ പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് സംസാരിക്കപ്പെടുന്നത്. അല്ല, ഹൈദർ പറയുന്നത് എനിക്ക് മനസ്സിലായി. അമ്മ പ്രതികരിക്കാൻ കുറച്ച് വൈകുന്നു. അതാണ് നിങ്ങൾക്ക് അമ്മയുടെ പേരിൽ ആകെപ്പാടെ. തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകരെ മുൻനിർത്തി പറയുന്നതാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അമ്മ പ്രതികരിക്കാൻ കുറച്ച് വൈകുന്നു എന്നുള്ള അതിൻ്റെ സാങ്കേതികതയാണ് ഞാനീ പറഞ്ഞത്. നമ്മൾ ഒരു ജനാധിപത്യ കാഴ്ചപ്പാടിൽ പോകുന്നതുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞിട്ട് പ്രതികരിക്കുക എന്നുള്ളത് കൊണ്ടിട്ടാണ് വൈകുന്നത്. അതിൽ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പറഞ്ഞു പ്രതികരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ചിലർ പറയും ഒന്ന് ആലോചിച്ചിട്ട് പോരെ, ചിലർ പറയും എല്ലാവരെയും കൺസൾട്ട് ചെയ്തിട്ട്. ഇത് എല്ലാവരുടെയും ശബ്ദത്തിന് അംഗീകാരം കൊടുക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ ഇതൊന്നും മറക്കാനുള്ളതുകൊണ്ടാണ്. അത്രേ ഉള്ളൂ. ജനാധിപത്യം അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ ഉണ്ടായിരിക്കണം. ഇപ്പം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാണ്. അപ്പം എനിക്കറിയാൻ രീതികൾ. എൻ്റെ പാർട്ടിക്കകത്ത് ഞാൻ ചർച്ച നടത്തുമ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറയും. അംഗീകരിക്കാതിരിക്കാം. എൻ്റെ അഭിപ്രായം ശക്തമായിട്ട് ഞാൻ പറയുക, ഞാൻ മിണ്ടാതിരിക്കുക. അംഗീകാരം വരുമ്പം ഭൂരിപക്ഷത്തിൻ്റെ അംഗീകാരത്തിലോട്ടല്ലേ പോകുള്ളൂ. അപ്പം അമ്മയിൽ വൈകുന്നുണ്ടെങ്കിലും അവർ വിവേകപൂർവ്വം പ്രതികരിക്കുന്ന സംഘടനയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് വരെ അമ്മ തെറ്റിൻ്റെ പക്ഷത്ത് ഒരിക്കലും നിന്നിട്ടില്ല, ഇനിയും നിൽക്കില്ല. നിങ്ങൾക്ക് നിസ്സംശയം പറയാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയൊക്കെയാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. 15 പേർ അടങ്ങിയ ഒരു പവർ ഉണ്ടെന്നാണ് ഹേമ കമ്മിറ്റി. 15 പേരാണ് സിനിമയെ നിയന്ത്രിക്കുന്നത്. ഈ 15 പേരുടെ പേരും അവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പവർ ടീമുണ്ടോ സിനിമയെ നിയന്ത്രിക്കാൻ? എൻ്റെ അഭിപ്രായത്തിലില്ല. ഞാൻ ചോദിക്കുന്നത്, ഒരു മലയാളത്തിൽ ഒരു വർഷം 135 സിനിമ ഇറങ്ങുക, ഒരു സിനിമാ ലൊക്കേഷനിൽ 150 പേരുണ്ട്. ഹൈദറിനെ ആലോചിച്ചാൽ അറിയാം. ഈ 15 പേരാണോ ഈ 150 സിനിമയിൽ അഭിനയിക്കുന്നത്? ഇനി മലയാള സിനിമയുടെ തലപ്പത്ത് നിൽക്കുന്ന ഡയറക്ടേഴ്സ്, ഈ പവർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാവുമല്ലോ, പ്രൊഡ്യൂസേഴ്സ്, ഈ മലയാളത്തിലെ ലീഡിങ് പ്രൊഡ്യൂസേഴ്സ് 150 പടം പിടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവർ 1-2 പടമല്ലേ ഒരു വർഷം പിടിക്കുന്നത്. 15 പേരെന്ന് പറഞ്ഞാൽ 15 പേര് അതിൽ സെലക്ട് ചെയ്ത് 15 പേര് നിയന്ത്രിക്കുന്ന ഹേമ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നു. 15 പേര്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന്, അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ 15 പേരുടെ പേര് ഹേമ കമ്മീഷൻ ഇനി അത് ഇരകളെ പീഡിപ്പിച്ചവരല്ല, അതിലോട്ട് കൺക്ലൂഷനിലെത്താൻ മാഡത്തിനെ നയിച്ച ഒരു തെറ്റ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം മാഡം
അതിനകത്ത് എഴുതിയിട്ടുണ്ട് വേദന ഏകീകരണമില്ല. ഇതൊരു കച്ചവട സാധനമല്ലേ, ഒരു കച്ചവട മേഖലയല്ലേ സിനിമ. അപ്പോൾ ആ സിനിമക്കകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ആൾക്ക് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കും. ഇത് മാറ്റാൻ പറ്റുമോ? ലോകത്ത് എവിടെയെങ്കിലും ഇപ്പം നിങ്ങളൊരു ഒരു സിനിമ ഹിന്ദിയിലെ സ്റ്റാർ ഷാറൂഖ് ഖാന് എത്രയോ കോടികൾ കൊടുക്കുന്നു. ആ പൈസ ഞാൻ പോയി ഹിന്ദിയിൽ അഭിനയിച്ച് എനിക്ക് കിട്ടില്ല. അത്രയും പേര് ഫസ്റ്റ് ഡേ സിനിമ കാണാൻ കയറി. ഇപ്പം ഞാൻ നായകനായിട്ട് മലയാള സിനിമ പറഞ്ഞാൽ അഭിനയിച്ചു എന്നിരിക്കട്ടെ, ഫസ്റ്റ് ഡേ ആ സിനിമയ്ക്ക് ഇടിച്ച് കയറാൻ എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഭാര്യയും കുഞ്ഞും പോലും തയ്യാറായി എന്ന് വരില്ല. പക്ഷേ ലാലേട്ടൻ്റെ പടമോ മമ്മൂക്കയുടെ പടമോ പൃഥ്വിരാജിൻ്റെ പടമോ അല്ലെങ്കിൽ അകലുള്ള ആസിഫ് അലിയുടെ പടമോ അല്ലെങ്കിൽ ടോവിനോയുടെ പടമോ അങ്ങനെയുള്ള ഇറങ്ങിയാൽ ഫസ്റ്റ് ഡേ ഇടിച്ച് കയറും. അത് അവരുടെ കൊമേഴ്സ്യൽ വാല്യൂ ആണ്. അത് പക്ഷേ കമ്മീഷന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവർ എനിക്ക് തോന്നുന്നതാണ് ഈ 15 പേര് നല്ല റെമ്യൂണറേഷൻ വാങ്ങിക്കുന്ന സ്റ്റാറുകളായിട്ട് നിൽക്കുന്നവർ, അല്ലെങ്കിൽ സ്റ്റാർ ഡയറക്ടേഴ്സ്, അവരുടെ ഡേറ്റ് കിട്ടാൻ പാടുള്ള കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാർ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് 1-2 പേര് അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അവരെ വെച്ചിട്ട് അവരാണ് എല്ലാം നിശ്ചയിക്കുന്നതെന്നൊരു കൺക്ലൂഷനിൽ എത്തിക്കാണും. എല്ലാം നിയന്ത്രിക്കുന്നു പറയുന്നത് എനിക്കതിൽ വിശ്വാസമില്ല. അങ്ങനെ ഹൈദറിന് തോന്നുന്നു വിശ്വാസമില്ല. എനിക്കതിൽ വിശ്വാസമില്ല. വർഷങ്ങൾക്ക് മുമ്പ് തിലകൻ പറഞ്ഞു, തിലകൻ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു മാഫിയ ഉണ്ടെന്ന്. വർഷങ്ങൾക്ക് ഇപ്പോൾ അത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. തിലകൻ ചേട്ടൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. പക്ഷെ തിലകൻ ചേട്ടൻ പറഞ്ഞതിനെ ഞാൻ ഖണ്ഡിക്കുന്നില്ല. തിലകൻ ചേട്ടൻ്റെ അനുഭവമായിരിക്കും തിലകൻ ചേട്ടൻ അങ്ങനെ പറയിച്ചത്. എനിക്ക് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ തുറന്ന് പറയാം. ഇപ്പം സിനിമയൊക്കെ മാറിപ്പോയില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം രാജുവിൻ്റെ പടം, പൃഥ്വിരാജിൻ്റെ പടം, അദ്ദേഹത്തിൻ്റെ പടം, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടെക്നിക്കൽ ക്രൂ അദ്ദേഹത്തിനും കൂടെ ഇഷ്ടപ്പെട്ട പ്രൊഡ്യൂസർ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവരുടെ ഡയറക്ടേഴ്സ് വരുന്നു. അതിനകത്ത് തന്നെ ഇല്ലേ ഒരു 50 പേര് നിയന്ത്രിക്കുന്ന ആൾക്കാർ. ആസിഫിൻ്റെ പടം വരുന്നു, ആസിഫിന് അങ്ങനെ ആസിഫ് കുറച്ച് പേർക്ക് ഡേറ്റ് കൊടുക്കുന്നു, അവരുടെ പടങ്ങൾ ചെയ്യുന്നു, അത് പോകുന്നു. ടൊവിനോക്ക് ഇഷ്ടമുള്ളവർ, ബേസിലിൻ്റെ ഇഷ്ടമുള്ള പടങ്ങൾ പോകുന്നു. ലാലേട്ടൻ, മമ്മൂക്ക, എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് അവരവരുടെ ക്രൂ. എനിക്കതിൽ തീരെ വിശ്വാസമില്ല. അല്ല, അങ്ങനെ ഒരു ടീമിന്റെ പേരുണ്ടെങ്കിൽ പുറത്തു വിടുന്നത് നല്ലതാണ്. അത് വേട്ടയൊന്നും അല്ല. അങ്ങനെ അത് പുറത്തു വിട്ടത് വേട്ടക്കാരൊന്നും അല്ല. സിനിമയെ നിയന്ത്രിക്കുന്ന 15 പേരുണ്ട്, അവരുടെ പേര് പുറത്തു വിട്ടോ ഞാനും അവർക്ക് ചാൻസ് ചോദിക്കാം. അവർ വിചാരിച്ച എനിക്കും കൂടെ വേഷം കിട്ടട്ടെ. അത് പുറത്തു വിടട്ടെ. അത് ബാലിശമായിട്ടാണ് എനിക്കത് തോന്നുന്നത്. എനിക്ക് അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. ഈ WCCനെ നേരത്തെ പറഞ്ഞു, WCCയുടെ ഒരു WCCയുടെ അംഗം മൊഴി കൊടുത്തത് കൃത്യമായി പറയുന്നു, ഇവിടെ ഒന്നും സിനിമാ മേഖല ഒരു പീഡനവും നടക്കുന്നില്ല. WCCയുടെ തുടക്കത്തിൽ ഉള്ളായിരുന്ന ഒരാളെന്ന് കൃത്യമായിട്ട് റിപ്പോർട്ടിൽ പറയുന്നു ഇവിടെ പീഡനങ്ങൾ അങ്ങനെയൊന്നും നടക്കില്ല, ഇവിടെ ഒരു വിഷയമില്ല, മലയാള സിനിമയിൽ ഒരു വിഷയമില്ല എന്ന് WCCയുടെ ഒരു അംഗം മൊഴി കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? അവരുടെ അനുഭവമായിരിക്കും. ഇപ്പൊ ഹൈദർ എന്നോടൊരു ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ അറിവ് വെച്ചല്ലേ ഉത്തരം പറയാൻ പറ്റും. ആ പറഞ്ഞിട്ടുള്ള ആ അംഗത്തോട് എനിക്ക് ബഹുമാനമാണുള്ളത്. കാരണം അവർ സത്യസന്ധമായിട്ട് പറഞ്ഞില്ലേ. അവർ വെറുതെ ഒരു കുക്കപ്പ് ചെയ്യാനായിട്ടൊരു സ്റ്റോറി ബിൽഡപ്പ് ചെയ്യാതെ അവർ സത്യസന്ധമായിട്ട് പറഞ്ഞു എനിക്ക് പീഡന അനുഭവങ്ങളൊന്നുമില്ല, മലയാള സിനിമയിൽ ഇങ്ങനെയൊന്നും നടക്കുന്നില്ല. എൻ്റെ ഹൈദറെ ബഹുഭൂരിപക്ഷം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ വർക്ക് ചെയ്യുന്ന ലൊക്കേഷനിലൊന്നും എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെയൊന്നും പീഡനമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം ഒരുപക്ഷെ എൻ്റെ സിനിമാനുഭവം കുറവായതുകൊണ്ടായിരിക്കാം, എനിക്കറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ഈ കേൾക്കുന്നതൊക്കെ വളരെ വിചിത്രമായ ന്യൂസുകളായിട്ട് സത്യത്തിൽ ഷോക്കിംഗ് ആണ്. ഞാൻ ചോദിക്കട്ടെ, ഞാനും എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുണ്ട്, അവൾ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന, അവൾ പറയണ്ടേ അവളുടെ ഭർത്താവ് വർക്ക് ചെയ്യുന്ന മേഖല മോശമാണെന്ന് പറയാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? എൻ്റെ കുഞ്ഞു സ്കൂളിൽ പോകുന്നു, അവൻ്റെ കൂടെ ക്ലാസ്സിലിരിക്കുന്ന കൂട്ടുകാർ പറയത്തില്ല എടാ നിൻ്റെ അച്ഛൻ്റെ മേഖല മൊത്തം കുഴപ്പമാണല്ലോ, ഇത് ജനം വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മളെപ്പോഴും ഇതിനെ ശുദ്ധീകരിക്കുന്നതിനോടും ഇത് ഏറ്റവും നന്മയായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമാണ് ഞാൻ. ഇങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇതുവരെ എൻ്റെ അനുഭവത്തിൽ ഞാൻ കേട്ടിട്ടില്ല. നിലവിൽ താരസംഘടന പ്രതികരണം ഉടനെ ഉണ്ടാകും. താങ്കൾ 19-ാം തീയതി തന്നെ ഇത് പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇനി താരസംഘടനയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ താങ്കൾ മറ്റ് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഇരകളിലെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ, വേട്ടക്കാരുടെ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അവരെ അതിശക്തമായിട്ട് എതിർക്കും, അവരെ കൂട്ടി യോജിപ്പിക്കില്ല, അതിന് എന്ത് വില കൊടുത്തും താങ്കൾ എതിർക്കും, താങ്കൾ വ്യക്തി എന്ന നിലയിൽ ഞാൻ ചോദിക്കണം. എനിക്ക് 17 പേരിലും ഈ അമ്മയിലും വിശ്വാസമുണ്ട്. എൻ്റെ ഒപ്പം ആയിരിക്കും. വേട്ടക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു അംഗം പോലും നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അവരെയൊക്കെ വ്യക്തിപരമായിട്ടും അറിയാം. അവരാരും മോശപ്പെട്ട രീതിയിൽ ചിന്തിക്കുന്നവരല്ല. അമ്മയിലുള്ള ബഹുഭൂരിപക്ഷം 506 മെമ്പേഴ്സിനെയും എനിക്ക് ഫോണിൽ കിട്ടാവുന്ന നേരിട്ട് കാണാവുന്ന എല്ലാവരും ഞാൻ ബന്ധപ്പെടുന്ന ഒരാൾ കൂടിയാണ്. അവരുമായിട്ട് ക്ലിയർ കോൺവെർസേഷൻ നടത്തുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നില്ല ഒരാൾ പോലും വേട്ടക്കാരൻ്റെ കൂടെ നിൽക്കും. തെളിവോടുകൂടി പറയണം. അല്ലാതെ വഴിയെ പോകുന്ന ഒരാൾ ഇവൻ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞാൽ അത് തെളിവോടുകൂടി ഇവൻ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ നിമിഷം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ തീരുമാനിച്ച സംഘടനയും തീരുമാനിച്ച വ്യക്തികളുമാണ് അമ്മയിലുള്ളത്. ഒറ്റയ്ക്കുള്ള പോരാട്ടമാണെങ്കിൽ പോരാടും. ഒറ്റയ്ക്കാണ് എന്തെന്ന് ഞാൻ ചോദിക്കണം. ഞാൻ അമ്മയിൽ ഒറ്റയ്ക്ക് എത്തിയ ആളല്ലേ, ഞാൻ ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളല്ലേ. ഞാൻ വലിയ താരമായിട്ടൊന്നും അല്ലല്ലോ. ഞാൻ ജനാധിപത്യ ബോധത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ സെക്യുലറായിട്ട് ചിന്തിച്ചിട്ടുള്ളൂ, ജനാധിപത്യ ബോധത്തിലേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഞാൻ സമ്പന്നനോ കോടീശ്വരനോ ഒന്നുമല്ല. ഞാൻ എൻ്റെ അഭിമാനം സംരക്ഷിച്ച് മിതത്വത്തിൽ ജീവിച്ചു പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും കുശുമ്പുമില്ല, എനിക്ക് ആരോടും ആരെയും വെറുതെ ഒരാളെ കുറ്റക്കാരനാക്കാനും ആഗ്രഹമില്ല, ആവശ്യമില്ലാതെ എടുത്ത് തലേ വെക്കാനും
പോകാനും താല്പര്യമില്ല. ഞാൻ എല്ലാവരെയും അവരുടെ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരാണ് തോളോട് തോള് ചേർന്ന് നിൽക്കുക. അല്ല മാറി നിൽക്കാൻ ആഗ്രഹമുള്ളവരെ നിങ്ങൾ അവിടെ നിന്നു, ബഹുമാനമുണ്ട്, അവിടെ നിന്നോളൂ എന്ന് പറയുന്ന ആൾ, അത്രേ ഉള്ളൂ. നിലവിൽ അമ്മയുടെ പ്രതികരണം ഉടൻ തന്നെ ഉണ്ടാകണം, അധികം വൈകാതെ ഉണ്ടാകണം, യാതൊരു സംശയം. അങ്ങനെ വൈകിയാൽ ഉണ്ടാകണമെന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ തന്നെയാണ്. ഞാനതിൽ ഞാൻ ഇന്നല്ല, ഞാൻ പറഞ്ഞ ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടാം. പക്ഷേ ഈ ഷോ കാരണം അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്തറിയോ, അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ഉണ്ടോ? അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം കൂടണം. അപ്പം അതിന് ഞങ്ങൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും ഒന്ന് സ്കാറ്റേഡ് ആണ്. മാധ്യമങ്ങളെ കാണുകയാണോ വാർത്താക്കുറിപ്പായി അതിനെക്കുറിച്ച് തീരുമാനമായിട്ടില്ല. അത് ഇന്ന് വൈകിട്ടോടെ കാണുമ്പോൾ പല ചോദ്യങ്ങൾക്കും കാര്യങ്ങൾ പറയേണ്ടതായി വരും. പിന്നെ എന്താ പറഞ്ഞ ഇപ്പോൾ ഹൈദർ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചില്ല, നമുക്ക് എന്താ പറയാൻ മടിയുള്ളത്? ഒരു കുഴപ്പമില്ലല്ലോ. അമ്മയ്ക്ക് അങ്ങനത്തെ ഒളിക്കേണ്ടതായിട്ടൊന്നുമില്ല. അമ്മ സംഘടന, അമ്മയോടൊപ്പം തന്നെ മറ്റ് സംഘടനകളും ഈ കാര്യങ്ങൾ പ്രതികരിക്കണം അല്ലേ? ഇതുവരെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് സിനിമ ഫ്രറ്റേണിറ്റിക്കാണ് നാണക്കേട്. ഇപ്പം ഇതിനകത്ത് നടീനടന്മാർ മാത്രമല്ല കുറ്റാരൂപതരുന്ന ഇതിനകത്ത് ഈ പിന്നെ പ്രൊഡ്യൂസർമാരുണ്ട്, ഡയറക്ടർമാരുണ്ട്, ഡ്രൈവറുണ്ട്. അപ്പം ഇത് മറ്റേ രാമന്റെ മുമ്പിൽ സീത ഈ അഗ്നിശുദ്ധി വരുത്തി എന്ന് പറഞ്ഞ പോലെ സിനിമാക്കാരെല്ലാം അഗ്നിശുദ്ധി വരുത്തേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ അഗ്നിശുദ്ധി വരുത്തേണ്ടത് ആദ്യം സംഘടനകളിൽ നിന്നാണ്. അതാണ് എൻ്റെ വാദം, ഞാനതാ പറഞ്ഞത്. അപ്പം അമ്മയായാലും ഫെഫ്കെ ആയാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആയാലും ചേംബർ ആയാലും ഇതിനെ എതിർക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ സ്റ്റാൻഡ് കൃത്യമായിട്ട് പത്രസമ്മേളനം നടത്തി അറിയിക്കണം, ജനങ്ങളുമായിട്ട് നടത്തണം എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. അമ്മ വൈകിപ്പോയത് ഈ പ്രശ്നം കൊണ്ട്. അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചേർന്നാണ് ഇഷ്യൂ. അപ്പോൾ അവർ രണ്ടുപേരെ നമുക്ക് എക്സ്ക്യൂസ് ചെയ്യാം. ഇതുകൊണ്ടാണ് മറ്റ് സംഘടനകൾ ഉറപ്പായിട്ടും അവരും പ്രതികരിക്കും. തീർച്ചയായിട്ടും നമുക്ക് വരും ദിവസങ്ങൾ കാണാം ഏതൊക്കെ രീതിയിൽ ഈ ചർച്ച പോവും. ഇന്ന് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണ രൂപം മുദ്രവെച്ച കവറിൽ കൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതിക്ക് പിന്നെ ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഇത് സിനിമാ മേഖലയിൽ ഈ വിഷയങ്ങൾ, ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടക്കുന്ന ഈ പറഞ്ഞ പീഡനങ്ങളോ ഈ സംഭവങ്ങളൊക്കെ പൊതുസമൂഹത്തിൻ്റെ ധാരയിൽ എന്നും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. സിനിമയായതുകൊണ്ടാണ് ഇത്രയ്ക്ക് നിങ്ങളുടെ മാധ്യമത്തിൽ നിങ്ങളുടെ മാധ്യമ മേഖലയിൽ എനിക്കറിയാവുന്ന ഒരു വലിയ ലീഡിങ് ഒരു ന്യൂസ് റീഡർ ഒരു ചാനലിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതൊക്കെ നമുക്കറിയാം റീസൺ എന്താണെന്നൊക്കെ. അവിടുത്തെ ചിലരുടെ പരാതിയിന്മേലാണ്. ഞാനിപ്പോൾ പേരും പറയുന്നില്ലൊന്നും പറഞ്ഞേ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു പൊതുസമൂഹത്തിൽ നിന്ന് നമ്മളും തിരിച്ചറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് സിനിമയിൽ മാത്രമേ ഇങ്ങനെ നടക്കുന്നു, ഇതെല്ലായിടത്തും ഉണ്ട്. പക്ഷെ അത് ജനങ്ങൾക്ക് അത് പൊതുജനം അറിയേണ്ട ഒരു വിഷയമാണ്. സിനിമയിൽ വരുന്നതുകൊണ്ട് ആരും ദൂഷിച്ചു പോയതുകൊണ്ടുണ്ടാകുന്ന സ്വഭാവ ദൂഷ്യങ്ങളല്ല ഇത് പൊതുജനത്തിൻ്റെ കാഴ്ചപ്പാടിൽ വന്നിട്ടുള്ള വ്യത്യാസമാണ്. ഇത് സിനിമയിലുണ്ട്, ഓഫീസുകളിലുണ്ട്, മാധ്യമ മേഖലയിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, സ്പോർട്സിലുണ്ട്. ഈ KCAയുടെ കഴിഞ്ഞ ദിവസം ഒരു ക്രിക്കറ്റിൻ്റെ കോച്ചിനെ കുറിച്ച് പറഞ്ഞില്ലേ, പെൺകുട്ടികളെ. അപ്പോൾ ഇതൊരു സിനിമയുടെ മാത്രം കുറ്റമായിട്ട് ആരോപിക്കുന്നതിന് വലിയ ദുഃഖമാണത്. സിനിമയുടെ മാത്രം കുഴപ്പമൊന്നുമല്ല ഇതിനകത്ത് നിൽക്കുന്ന സിനിമ എന്ന് പറയുന്ന ഒരു പേര് മാത്രമല്ല, അതിനകത്ത് നിൽക്കുന്ന ജനങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണത്. അപ്പോൾ അത് എല്ലാ മേഖലയിലും ഉണ്ട്. സിനിമാക്കാരെ മാത്രമായിട്ട് പോയിന്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നുകൊണ്ട് ആ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. കാരണം ഇത് ജനങ്ങൾ മറ്റുള്ളവരൊക്കെ ഹരിചന്ദ്രന്മാരും സിനിമയിലുള്ളവരെല്ലാം കുഴപ്പക്കാരാണെന്നൊരു കാഴ്ചപ്പാട് വരെ ശരിയല്ലേ? അങ്ങനത്തെ തോന്നൽ പൊതുസമൂഹം അത് തിരുത്തണം. നിങ്ങളുടെ ചാനലുകാരുടെ സപ്പോർട്ട് ഉണ്ടല്ലേ തിരുത്താൻ പറ്റും. പിന്നെ ഡൽഹിയിൽ നമ്മൾ ഗുസ്തി താരങ്ങളുടെ അവസ്ഥ നമ്മൾ കേട്ടു. അപ്പം ചിലരുണ്ട്, അത് സിനിമയുടെ കുഴപ്പമല്ലെന്നേ, അത് ചില മനുഷ്യരുടെ വൈകൃതങ്ങളാണ്. ഇപ്പം എന്തായാലും ഇവർ ഇത്രയും പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് എന്തായാലും അതിൽ വസ്തുതകൾ കുറേ ഉണ്ടാവും. ഇരകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേട്ടക്കാരുണ്ടാവും, ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ ആ വേട്ടക്കാർ സിനിമയിൽ മാത്രമല്ല, പൊതുസമൂഹത്തിൽ എല്ലായിടത്തും ഇവർ ഒളിഞ്ഞു നിൽപ്പുണ്ട്. ഇവരെ ഒറ്റപ്പെടുത്താൻ സമൂഹം ഒന്നായി നീങ്ങണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സിനിമയെ മാത്രമായിട്ട് ബ്രാൻഡ് ചെയ്യുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓക്കെയാണ്, പക്ഷേ അത് ശരിയല്ല. പൊതുസമൂഹത്തിൽ എല്ലായിടത്തും ഈ പ്രശ്നങ്ങളുള്ളതാണ്. തീർച്ചയായിട്ടും വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു കാര്യം കൂടെ, തൃപ്തനല്ലേ താങ്കൾ? ഞാൻ വളരെ ഹാപ്പിയാണ്. നല്ല രീതിയിൽ ഞാൻ ചോദിക്കണം, അമ്മ ഇപ്പോൾ ഷോ നടത്തി, ഇതിൽ നിന്ന് നമുക്ക് ഒരു നല്ല എമൗണ്ട് കിട്ടുന്നു, കുറച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കൊടുക്കുന്നു അവരുടെ കടം തീർക്കാൻ, ബാക്കി ഞങ്ങളെന്തിനാ പൈസ ഞങ്ങൾ സമ്പാദിച്ച് വലിയവരാകാൻ വേണ്ടിയിട്ടൊന്നുമല്ല. വയനാടിന് കുറേ പേർക്ക് നമ്മൾ അതെന്താണെന്ന് ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, ഉണ്ട്. ഇനി അതുകൂടാതെ ഇതിനു മുൻപും പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടില്ലേ? ഇതൊന്നും പൊതുജനം അറിയാത്ത കാര്യങ്ങളാണ്. കൊറോണ സമയത്ത് ഭക്ഷണം വിതരണം ചെയ്തില്ലേ അമ്മ? ഇപ്പം എന്താ മരുന്ന് വിതരണം ചെയ്യുന്നില്ല? ഇപ്പം എന്താ നമ്മുടെ മെമ്പേഴ്സിന് എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് അല്ലേ ഉള്ളത്? ആ പ്രീമിയം അടയ്ക്കുന്ന അമ്മയല്ലേ? ഇതുകൂടാതെ പിന്നെ ഒരു 110 പേർക്കോളം 5000 രൂപ വെച്ച് 116 പേർക്കോളം ഉണ്ട്. കൈനീട്ടം 5000 രൂപ മാസം. സർക്കാരിന് പോലും ക്ഷേമനിധി ബോർഡിന് പോലും 4000, ഞാൻ മെമ്പറായിട്ടുള്ള ക്ഷേമനിധി ബോർഡിന് പോലും 4000 രൂപ വെച്ചും കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അമ്മ കൊടുക്കുന്ന 5000-ആണ്.
ശരിയല്ലേ? അതും രോഗമുള്ളവർക്കൊക്കെ പെട്ടെന്ന് അനുഭവിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ ഫ്രീ മെഡിസിൻ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ക്രിട്ടിക്കൽ ഇൽനെസ് ഉള്ളവർക്കും അല്ലാത്തവർക്കും ഫ്രീ മെഡിസിൻ എത്തിച്ചു കൊടുക്കണം. അതിനെന്തുമാത്രം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഈ സമ്പത്ത് യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അമ്മ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലത് എല്ലാം നിന്ന് കണ്ടേക്കണം. അമ്മ നല്ല പ്രവൃത്തി. ഇത്രയും വിഷയങ്ങൾ ഒരു അമ്മയുടെ പ്രതികരണം വൈകുമ്പോഴാണ് അമ്മയിലേക്ക് അത് വിരോധം കൊണ്ടല്ല ഹൈദർ, അല്ല വിരൽ ചൂണ്ടപ്പെടുന്നത്. അതിൽ നിന്നൊരു മാറ്റം വേണം. അത് ഞാനും അതിനോട് നിങ്ങളോട് യോജിക്കുന്നതാണ്. പ്രതികരണം കുറച്ചുകൂടെ ഫാസ്റ്റ് ആവേണ്ടതാണ്, സത്യമാണ്. അതിനെ ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുകയാണ്. പക്ഷേ അതിന് കാരണമുണ്ട്. ഇനിയെങ്കിലും അത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സീരിയസ്നെസ് സംഘടന എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ കൺക്ലൂസീവായിട്ട് അറിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ. ഇത്രേ ഉള്ളൂ. അമ്മ ഇനിയുള്ള വിഷയങ്ങളാണ് ഏറ്റവും അഡ്വാൻസ് പ്രതികരിക്കണം. അതിനൊരു നീക്കം വേണം. അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള നീക്കത്തിന് നിങ്ങൾ എല്ലാവരും ആലോചിച്ചു. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുള്ള ആ വെളിച്ചം വീശിയിട്ടുള്ള മേഖലയുള്ള അമ്മയ്ക്ക് സപ്പോർട്ട് തന്നെയാണ്. അമ്മ ഒരിക്കലും തെറ്റിന് കൂട്ടു നിൽക്കില്ല, അത് ഉറപ്പിച്ച് പറയാം. ഇനി അമ്മയ്ക്കും അതിൽ നിന്ന് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്, നമ്മളും കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ട്. അപ്പം ഞങ്ങളും ഇനി മെമ്പർഷിപ്പ് കൊടുക്കുന്ന സമയത്തായാലും ഒരാൾക്കൊരു മെമ്പർഷിപ്പ് കൊടുക്കുമ്പോഴായാലും ഇത്ര സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതിന് അപ്പുറത്തോടെ അവൻ്റെ ക്രെഡിബിലിറ്റി, അവൻ്റെ ഹിസ്റ്ററിയും അവൻ്റെ പെഡിഗ്രി പാരമ്പര്യവും വരെ നോക്കണം. അതുകൂടെ നോക്കിയിട്ട് നീങ്ങും എന്നുള്ള അവസ്ഥയിലോട്ട് ഞങ്ങളും കുറച്ച് സ്ട്രിക്റ്റ് ആവും ഇനിയിപ്പം. മനസ്സിലായില്ലേ? 2 സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ 5 സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും മെമ്പർഷിപ്പ് കൊടുക്കുന്ന, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ തരാൻ കഴിവുള്ള ആർക്കും മെമ്പർഷിപ്പ് കൊടുക്കുന്ന അങ്ങനത്തെ പരിപാടി നിർത്തി. ഇപ്പോൾ 2,50,000 രൂപ നമ്മുടെ ഫീസുണ്ട്. അപ്പം അത് കൊണ്ടുത്തരുന്ന ആർക്കും മെമ്പർഷിപ്പ് കൊടുക്കുന്ന പരിപാടിയൊന്നും ഇനി എല്ലാം ആലോചിച്ച് അത്രേ ഉള്ളൂ. അതും ഞങ്ങളൊന്ന് നല്ല രീതിയിൽ നമ്മൾ വെളിച്ചം വീശുന്നുണ്ട്. അതിനൊക്കെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനും ഹേമ മാഡത്തിനും നന്ദിയുണ്ട്. ഒപ്പം ചിന്തിപ്പിച്ചു. ഉറപ്പായിട്ടും ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഞങ്ങൾ ഡിസ്കസ് ചെയ്ത വിഷയമാണ്. അതുപോലെ WCCക്കും ഒരു വലിയ നന്ദിയാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. അതിനത് ചില്ലറ കാര്യമല്ല. ഒത്തിരി സന്തോഷം തിരിച്ചും ഇത്തരം ഒരു കാര്യങ്ങൾ ആദ്യമായിട്ട് തുറന്ന് സംസാരിക്കാൻ ചങ്കൂറ്റത്തോട് വന്ന അമ്മയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും ഒരു ആക്ടർ എന്ന നിലയിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും ബിഗ് സല്യൂട്ട് തന്നെയാണ്. തിരിച്ചും സ്നേഹം മാത്രമേ ഉള്ളൂ. ഒന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയാം, അമ്മയിലെ 6 ഭാരവാഹികൾക്കും 11 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും ഇതുപോലെ പ്രതികരിക്കാൻ ഒരു മടി ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പല പ്രതികരിക്കുകയും ചെയ്യണം. പ്രതികരിക്കുന്നേ എല്ലാവരും നല്ല ആൾക്കാരാണ്. ആ 506 മെമ്പേഴ്സും നല്ലവരാണ്. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇങ്ങനത്തെ കേസ് വരുമ്പോഴാണ് നമ്മൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ വേട്ടക്കാരനും ഇരകളും ഉണ്ടല്ലോ തിരിച്ചറിയും. തീർച്ചയായിട്ടും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേട്ടക്കാരനായിട്ട് ക്ലാസിഫൈ ചെയ്യപ്പെട്ട ആരുണ്ടോ അവരെ ഒറ്റപ്പെടുത്താൻ അമ്മ മുന്നിൽ നിൽക്കും, യാതൊരു സംശയവും വേണ്ട. താങ്ക് യു.